ഇതിപ്പോൾ നമ്മൾ കുട്ടിയെ കിട്ടിയിട്ടുള്ള ഒരു ഭാഗത്തുള്ള മെഡിക്കൽ പരിശോധനയുടെ ഒരിടയിലാണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു ഭാഗമാണ് എങ്ങനെ ആ കുട്ടി അവിടെ എത്തി എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള മെഡിക്കൽ പരിശോധനയ്ക്കും അതിനുശേഷമുള്ള ഇപ്പോൾ SIT കൊണ്ടുപോയിട്ടുണ്ട് കുട്ടിയെ. അതിനുശേഷം മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയുള്ളൂ. അതിലൊരു സംശയം, നമ്മൾ അതിന് മുൻപും പോലീസ് വ്യാപക പരിശോധന കൊച്ചിയുടെ പരിസരത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും കുഞ്ഞിനെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം മുമ്പ് കൊണ്ട് വെച്ചതാണെന്ന് സംശയിക്കുന്നുണ്ടോ? അത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അത് കൂടുതലായിട്ടുള്ളൊരു അനാലിസിസ് നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ, കാരണം നേരത്തെ അവിടെ പരിശോധന നടത്തുന്ന സമയത്ത് കുട്ടിയുടെ ശബ്ദമോ കാര്യങ്ങളൊന്നും കേട്ടിരുന്നില്ല. അങ്ങനെ ഒരു അൺകോൺഷ്യസ് ആയൊരു സ്റ്റേജിലായിരുന്നു കുട്ടിയെ കണ്ട് കിട്ടിയിരുന്നത്. പക്ഷേ അതിൽ കൂടുതലായിട്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിദഗ്ധമായ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും വിധേയമാവേണ്ട കാര്യമാണ്. അത് കൂടുതലായിട്ട് ഇത് പരിശോധനകൾക്ക് ശേഷം പറയേണ്ട ഒരു കാര്യമാണ്. അത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളും ഞങ്ങൾ ചെയ്തിരുന്നു. അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് നമുക്ക് അവസാനം കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ന് അതിരാവിലെ മുതൽ പരിശോധിച്ച CCTV ക്യാമറകളിൽ ഒന്നും തന്നെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഭാഗം, എന്നിരുന്നാൽ പോലും നമുക്കവിടെ കൃത്യമായി ഈ ഒഫൻസ് നടക്കുന്ന ഒരു സ്ഥലത്ത് ക്യാമറ ഇല്ലാത്തതിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഭാഗത്തൂടെ പാസ് ചെയ്ത ഓൾ സയൻസ് മുതൽ ചാക്ക വരെ പോകുന്ന ആ റോഡിലേക്ക് പാസ് ചെയ്ത മുഴുവൻ വെഹിക്കിൾസും പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. അത് ഇനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് അതിനെ പറ്റിയിട്ടൊന്നും ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം അത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഈ നമ്മൾ ആദ്യം മുതലേ പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടിയെ കൊണ്ടുപോയി എന്ന് പറയുന്നതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ആ സ്പോട്ടിലുള്ള ക്യാമറകളോ ബാക്കി കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട്, ഈ സ്ഥലം കുറച്ചുകൂടെ മാറി നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു വ്യക്തത ആദ്യം മുതലേ ഇല്ലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം അതിൽ മറ്റെന്തെങ്കിലും തരത്തിലുണ്ടോ, അല്ല കുട്ടി സ്വമേധയാ പോയതാണോ, അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള പരിശോധനകൾ ഈ റൂട്ടുമായി ബന്ധപ്പെട്ടിട്ട്, കുട്ടി ട്രാവൽ ചെയ്ത റൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയൊരു അനാലിസിസ് കൂടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാം ഈ വിഷയത്തിൽ. ഈ സഹോദരൻ്റെ മൊഴി അനുസരിച്ചിട്ട് നമ്മൾ സ്കെച്ചും പ്ലാനൊക്കെ ഒരു ഡ്രോയിങ് സ്കെച്ചൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഈ ഒരു കുറച്ചും കൂടെ വെരിഫിക്കേഷൻ ആവശ്യമുള്ളതുകൊണ്ടാണ് അത് മീഡിയയിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും നമ്മൾ വിടാതിരുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും നമ്മൾ പറയാതിരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾ കൂടുതലായിട്ടും ചോദിച്ച ഒരു ചോദ്യം, അത് നമ്മൾക്കൊരു അനാലിസിസിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അന്വേഷണാവസ്ഥയിലിരിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ കൂടുതലായിട്ടുള്ള പ്രതികരണത്തിലല്ല. ഈ കുട്ടി ഒരുപാട് സംസാരിക്കുന്ന ഒരു പ്രായമായിട്ടില്ല. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ കൂടെ മാത്രമേ ആ കുട്ടിക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ ഒരു പാനിക് സ്റ്റേജിലായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ടുള്ള അവസ്ഥയിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി കഴിയൂ. കൂടുതൽ അന്വേഷണം വേണ്ടി വരും. ഈ സംഭവം എങ്ങനെയാണ് നടന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള വ്യക്തത ഇപ്പോഴും വരേണ്ടതുണ്ട്. അതെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ കൂടുതൽ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം പറയാം. ഓക്കെ.